ഈ ഗ്രൗണ്ട് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതിന്റെ താഴെ 10-30-20 കുടുംബങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഭീകരമായ രീതിയിലാണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അച്ഛനെ കണ്ടിട്ട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് അത് നീ നിന്റെ കണ്ടവരെ കൂട്ടിക്കോ, മണ്ണാകുമ്പോ ചിലപ്പോ ഒഴുകി വന്നതെന്നൊക്കെ ഇരിക്കും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ ചെരുവിലാണ് ഈ മണ്ണിടുന്നത്. അതിങ്ങ് തള്ളി ആ താഴത്തുള്ള വീട്ടുകാർ മുഴുവൻ ഈ മണ്ണിന്റെ അടിയിലായി പോകും. നമസ്കാരം. കേരളം വളരെ രൂക്ഷമായ കാലവർഷക്കെടുതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മഴക്കാലവും അവർക്ക് ഭയത്തിന്റെ കാലം കൂടിയാണ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തിക്കുന്ന അൽഫോൻസ കോളേജിനെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സമീപവാസികൾ ഉന്നയിക്കുന്നത്. കോളേജിന്റെ ഗ്രൗണ്ട് വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ കോളേജിന്റെ പിറകുവശത്തുള്ള ഒരു പ്രദേശം ഇപ്പോൾ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തികച്ചും നിയമവിരുദ്ധമാണ്, നിയമങ്ങളുടെ ലംഘനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ സമീപങ്ങളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. മാത്രവുമല്ല, വലിയ പൊക്കത്തിൽ ഇപ്രകാരം മണ്ണിട്ട് നികത്തിയത് കൊണ്ട് തന്നെ അതിന്റെ താഴെ താമസിക്കുന്ന 20ഓളം കുടുംബങ്ങൾ, അതിൽ നിരവധി ആദിവാസി കുടുംബങ്ങളുമുണ്ട്, തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ പരാതി നൽകിയെങ്കിലും വേണ്ടത്ര നടപടികൾ അധികാരികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപം കൂടി ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് മനുഷ്യാവകാശ പ്രവർത്തകനും ആ പ്രദേശത്തെ താമസക്കാരനുമായ യാസിർ ഒമർ സംസാരിക്കുന്നു. അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നു. അൽഫോൻസ് കോളേജ് നമ്മുടെ ബ്ലോക്ക് ഓഫീസിനോട് ചേർന്ന് നടക്കുന്ന ഒരു കോളേജാണ്. അത് ഏത് സഭയെന്ന് എനിക്കറിയില്ല. ആ സഭ റിപ്പോർട്ടിലുണ്ട്, ഇവരുടെ റിപ്പോർട്ടിലുണ്ട് ആ സഭ ഏതാന്നൊക്കെ. അപ്പൊ അതിന്റെ പുറകിൽ വശത്തായിട്ട് അതിന്റെ സൈഡിലൂടെ റോഡ് ഇറങ്ങിയിട്ട് അതിന്റെ പുറകു വശത്തായിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വയലാണ്. അപ്പൊ ഇവര് ഈ ഗ്രൗണ്ട് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അവരുടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ മണ്ണ് ബാക്കിൽ നിറയ്ക്കുന്നത് കോളേജുകാര്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോ അവിടെ ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആദിവാസി ഉണ്ട്, ഹരിഗണേശ് എന്ന് പറയുന്ന പുള്ളി പോയിട്ട് പറഞ്ഞു, പുള്ളിയുടെ വയലിൽ കഴിഞ്ഞ വർഷം നെല്ല് കൃഷി ചെയ്തിരുന്നു. അപ്പൊ ആ വയലിലേക്ക് ഈ ചെമ്മണ്ണ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൃഷി നടക്കില്ല, അറിയാലോ, വയൽ മണ്ണിലെ കൃഷി നടക്കുള്ളൂ. അപ്പൊ പുള്ളി പോയിട്ട് അച്ഛനെ കണ്ടിട്ട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് അത് നീ നിന്റെ കണ്ടവരെ കൂട്ടിക്കോ, മണ്ണാകുമ്പോ ചിലപ്പോ ഒഴുകി വന്നതെന്നൊക്കെ ഇരിക്കും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് അവനത് അവസാനിപ്പിച്ച. പക്ഷെ ഇത്തവണ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഇത്തവണ മഴക്കാലത്ത് ഇവര് ബൾക്കായിട്ട്, ഞാൻ പറയുമ്പോ ലക്ഷക്കണക്കിന് ടണ്ണ് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടിയിട്ടു. അത് വയനാട് വിഷൻ എന്ന് പറയുന്ന ചാനൽ ഇത് വാർത്ത കൊടുത്തു. കളക്ടർ അടിയന്തരമായി ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ആ മണ്ണ് അതിന്റെ താഴെ 10-30-20 കുടുംബങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഭീകരമായ രീതിയിലാണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് നനഞ്ഞ് കുതിർന്നിട്ട് ഇങ്ങനെ വിണ്ട് ഇതങ്ങ് തള്ളിയാല് ആ താഴത്തുള്ള ആ ചെങ്കുത്തായ ചെരുവിലാണ് ഈ മണ്ണിടുന്നത്. അതിങ്ങ് തള്ളി ആ താഴത്തുള്ള വീട്ടുകാർ മുഴുവൻ ഈ മണ്ണിന്റെ അടിയിലായി പോകും. ഇത് പോയി കണ്ടാൽ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. എന്നിട്ട് കളക്ടർ സ്പോട്ട് മെമ്മോ കൊടുത്തിട്ട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തില്ല. ആ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് പ്രകാരം ഇത് അനധികൃതമായ മണ്ണെടുപ്പാണെന്നും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ടെങ്കിലും ഇത് നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം എന്നാ. അല്ലാതെ മണ്ണിട്ട് സാധാരണക്കാരനോട് 5 സെന്റ് സ്ഥലത്തില് വയല് നികത്തുകയോ എന്തെങ്കിലും ചെയ്ത് അവന്റെ ട്രാക്ടർ അടക്കം പിടിച്ചുകൊണ്ടായിട്ട് അതിൽ ഫൈൻ ഇടിപ്പിച്ച് ഒക്കെ പിന്നെ ആ സാധനം വിട്ടിട്ടു. ഇത് ലക്ഷക്കണക്കിന് ടണ്ണ് മണ്ണാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിന് പെർമിറ്റ് ഇല്ല എന്നുള്ളതാണ്. കട്ടിംഗ് പെർമിറ്റും ഫില്ലിംഗ് പെർമിറ്റും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് കളക്ടർ കഴിഞ്ഞ മഴയത്ത് മിനിയാന്ന് മഴ പെയ്തപ്പോ ആളുകളൊക്കെ അവിടെ നിന്ന് മാറ്റി താമസിച്ച് അവരൊക്കെ ഇപ്പൊ ക്യാമ്പുകളിലൊക്കെയാണ് താമസിക്കുന്നത്. അത് ശരിക്കും എന്താ ചെയ്യുന്നത്, ആ മണ്ണ് നീക്കം ചെയ്യണം. റിട്ടേൺ വാൾ എന്ന് പറയുന്നത് 100 മീറ്റർ ബാക്കിലാണ്. മണ്ണിട്ടതിന്റെ 100 മീറ്റർ ബാക്കിൽ 20-30 അടി ഹൈറ്റിൽ മണ്ണിട്ടതിന്റെ 100 മീറ്റർ പുറകില് മണ്ണിന്റെ അടിയിൽ എവിടെയോ ഒരു ചെറിയ റിട്ടേൺ വാൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മണ്ണിട്ടിരിക്കുന്നത്. ചായത്തോട്ടം മുഴുവൻ മണ്ണിട്ട് ചെങ്കുത്തായ ചെരുവ. ആ ചെരുവ് മണ്ണിട്ട് നികത്തിയിട്ട് ഈ ബാക്കിൽ ഈ ഒരു മണ്ണിന്റെ ഡാം എന്ന് പറയാം. അത് ഒരു 2 മണിക്കൂർ ഇനി നിർത്താതെ മഴ പെയ്താ അതിങ്ങനെ വിള്ളലും വന്നിട്ടുണ്ട് ആ മണ്ണ്. എന്നിട്ട് മുഴുവനായിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ അതിന്റെ മേലെ ഇട്ടിരിക്കുന്നു, വെറുതെ ഇട്ടിരിക്കുന്നിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ മേലെ ഇപ്പൊ ഇന്ന് പോയപ്പോ
കൊട്ടയിൽ മണ്ണിട്ടിട്ട് മൂടി. എന്തു തന്നെയായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ വയനാട് അൽഫോൺസ കോളേജിനെതിരായിക്കൊണ്ട് പ്രദേശവാസികൾ ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ ഈ ചെങ്കുത്തായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയത് എന്തു തന്നെയായാലും അവസാനിപ്പിക്കണം. മാത്രമല്ല, ഇപ്പോൾ സ്റ്റേ ലഭിച്ചത് കാരണം അവർ അവിടെ നിർമ്മാണം നടത്തുന്നില്ല. പക്ഷെ അത് മാത്രം പോരാ, നിലവിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന മണ്ണ് ചെമ്മണ്ണാണത്. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ വീടുകൾക്ക് മുകളിലേക്കായിരിക്കും അത് അടുത്തൊരു മഴയോടുകൂടി വീഴാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. മാത്രവുമല്ല, കനത്ത മഴയിൽ ഈ ചെമ്മണ്ണ് ഒലിച്ചു വരുന്നത് തങ്ങളുടെ കൃഷിയിടങ്ങൾക്കും വലിയ ദോഷമാണ് എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ ഈ കോളേജ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ കോളേജ് അധികൃതർ പറയുന്നത് തങ്ങൾ നിയമവിരുദ്ധമായി യാതൊന്നും നടത്തിയിട്ടില്ല, നിയമാനുസൃതം തന്നെയാണ് തങ്ങൾ ഇത്തരത്തിൽ മണ്ണ് ഇട്ട് ഗ്രൗണ്ട് വിപുലീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, കാലവർഷം വരുന്നത് കാരണം തങ്ങൾ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ടുവന്ന് മറച്ചിട്ടുണ്ട് എന്നുള്ളതുമെല്ലാമാണ് കോളേജ് അധികൃതർ നൽകുന്ന ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത്. എന്തുകാണെങ്കിലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലാണ് ആ നിർമ്മാണ പ്രവർത്തനമെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതും ഈ താഴെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്, അതിൽ ആദിവാസി കുടുംബങ്ങൾ പോലുമുണ്ട്, അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്.